ഹേയ് ഹലോ ഗായ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. വേറൊന്നുമല്ല, കൊച്ചി നൈറ്റ് ലൈഫിനെ പറ്റിയിട്ട്, അതും പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഇൻഫോ പാർക്ക് കൊച്ചി നമ്മുടെ IT ഏരിയ ആണ്. അപ്പോൾ ഇൻഫോ പാർക്ക് കൊച്ചിയുടെ വളരെ അടുത്തായത് നടക്കേണ്ട ദൂരത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അത്ര ദൂരമുള്ളൂ, ഒരു 2 കിലോമീറ്റർ പോലും ഇല്ല ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്ക്. ഇൻഫോ പാർക്കിൻ്റെ ചിറ്റേത്തുകര എന്ന് പറയുന്ന മെയിൻ ഗേറ്റിൻ്റെ ആ ഒരു എക്സ്പ്രസ് ഹൈവേയുടെ അടുത്താണ് ഞാൻ താമസം. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 1 മണി ആയി ഗൈസ്. അപ്പോൾ നിക്കുവും നൈനൂസൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഞാൻ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ, അതായത് ഇൻഫോ പാർക്ക് ഏരിയയിൽ നൈറ്റ് ലൈഫ് രാത്രി എല്ലാ ആൾക്കാരും വന്ന് എൻജോയ് ചെയ്യുന്ന, അടിച്ചു പൊളിക്കുന്ന 2-3 റെസ്റ്റോറൻറ്റുകളുണ്ട്. ആ സംഭവ റെസ്റ്റോറൻറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ മിക്ക റെസ്റ്റോറൻറ്റുകളും, ഈ പറയുന്ന റെസ്റ്റോറൻറ്റുകൾ ഒരു 2 മണി വരെയൊക്കെയാണ് ഫുൾ ടൈം ഓപ്പണായി കിടക്കുന്നത്. ചില സമയത്ത് 24 അവർ തന്നെ ഉണ്ടാവാറുണ്ട്. കാരണം ആൾക്കാരുടെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 24 അവർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഇൻഫോ പാർക്ക് ഏരിയയിൽ കറങ്ങാൻ പോകുന്നത് നമ്മുടെ എരൂട്ടൻ്റെ അകത്താണ്. എരൂട്ടൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാറ്. നൈനൂസ് ഇട്ട പേരാണ് എരൂട്ടൻ. നൈനൂസിന് ഭയങ്കര ഇഷ്ടമുള്ള സ്കൂട്ടിയത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ആദ്യം പോകുന്നത് നമ്മുടെ ഒരു താൽ കിച്ചൻ റെസ്റ്റോറൻ്റ് ആണ്. താൽ കിച്ചൻ എല്ലാവർക്കും അറിയാം, ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. കൊച്ചിയിൽ ഒരുപാട് താൽ കിച്ചൻ ഉണ്ട്. ഇൻഫോ പാർക്കിൻ്റെ അടുത്തുള്ളതാണെന്ന് തോന്നുന്നു ഭയങ്കര വലുത്. അപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഒരു 2 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ നമുക്ക് താൽ കിച്ചൻ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ താൽ കിച്ചൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാം. നമ്മളങ്ങനെ താൽ കിച്ചനിലെത്തി. ഇതാണ് നമ്മുടെ താൽ കിച്ചൻ. ഇപ്പം തിരക്കെല്ലാം കുറവാണ്, ഇന്ന് വളരെ കുറവാണ്. പക്ഷേ ഉള്ളിലിരുന്ന് ആൾക്കാർ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സമയത്തൊക്കെ ഇവിടെ ഫുള്ള് വണ്ടിയായിരിക്കും. ഈ ഒരു 1 മണി 2 മണിക്കൊക്കെ ഇവിടെ കുറവാണ് കേട്ടോ. ഞാൻ മറ്റുള്ള റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ട് ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. ഉണ്ടോ, ആ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇരിക്കാൻ. അവിടെയൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആരും കാണുപോലില്ല. ഭയങ്കര സെറ്റപ്പ് വൈബാണ്. നല്ല വൈബുള്ള, ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സെറ്റപ്പ് സ്ഥലമാണ്. ഈ കാണുന്നതാണ് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേ അല്ല, എക്സ്പ്രസ് വേ. അപ്പോൾ ഇവിടെ നിന്നും ഞാനീ പോകുന്ന റൂട്ട് ചിറ്റേത്തുകര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റൂട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻഫോ പാർക്കിൻ്റെ എൻട്രി വരുന്നത്. രാത്രിയൊക്കെ ഫുൾ ടൈം ഇവിടെ നല്ലൊരു നല്ലൊരു വൈബ് തന്നെയാണ്. ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാനും. ഇതാണ് രാജഗിരി കോളേജിൻ്റെ എൻട്രി. ഇവിടെയാണ് രാജഗിരി കോളേജ് വരുന്നത്. കൊച്ചിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂൾ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഫേമസ് സ്കൂൾ കോളേജാണ് രാജഗിരി കോളേജ്. ചിറ്റേത്തുകരയിൽ നിന്ന് ചോറ്റാനിക്കരയിലേക്ക് പോകുന്ന റോഡിലെ സൈഡിലാണ് ഈ ഒരു ഇൻഫോ പാർക്കിൻ്റെ, ആ ദൂരെ കാണുന്നുണ്ടോ, അതാണ് ഇൻഫോ പാർക്കിൻ്റെ എൻട്രൻസ് കവാടം, അതായത് മെയിൻ എൻട്രൻസ്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു റോഡിലേക്ക് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്, ആംബിയൻസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. ഇവിടെയും 2 മണി വരെയാണ് ടൈം. ഗൈസ്, ഞങ്ങളിപ്പം എത്തിയതാണ് ആംബിയൻസ് എന്ന് പറയുന്ന ടീ ഷോപ്പും പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഒരുപാട് കടയുണ്ട്. വെസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ടീ ഷോപ്പ് ഉണ്ട്, പിന്നെ അറേബ്യൻ മന്തിയൊക്കെ കിട്ടുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അറേബ്യൻ പാലസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് ചായ കുടിക്കാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു കാണുന്നത് ലെഡ് സീറ്റ് എന്ന് പറയുന്നത് ഇത് പുതിയൊരു കടയാണ് കേട്ടോ ഇവിടെ. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ പകൽ ഷൂട്ട് ചെയ്തതാണ്. രാത്രി ഇവിടെ ചായ മാത്രമേ കിട്ടൂ. പിന്നെ നല്ല കിടുക്കാച്ചി ചായയും നിങ്ങൾക്ക് ചെറിയ കടികളൊക്കെ കിട്ടുന്ന കടയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയാണിത്. പിന്നെ ഐസ് കാൻഡിയുടെ വേറെ ഷോപ്പും ഉണ്ട് ഇവിടെ. ഈ സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ വേർത്തുമായിട്ട് തോന്നി. അത്യാവശ്യം നല്ല വെറൈറ്റി ഐറ്റംസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സംഭവം. പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് ചിറ്റേത്തുകര ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ കുറച്ച് തട്ടുകടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫുൾ ടൈം അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. താൽ കിച്ചണി തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റുകളും രാത്രി 2 മണി വരെ എന്തായാലും ഉണ്ടാവും. അത് ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ലേറ്റ് ആയാലും ഉണ്ടാവാറുണ്ട്. അവിടെ ചായ, കടി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ അൽഫാം, ബീഫ്, മന്തി, അത് ചക്ക, മാങ്ങ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അത് കൂടാതെ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം മിക്കവാറും ദിവസങ്ങളിൽ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഫുൾ ടൈം ആൾ തന്നെയായിരിക്കും. 2 മണിക്കും 3
മണിക്കൊക്കെ ചിലപ്പോൾ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് കട അടക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫോ പാർക്കിന് അടുത്തുള്ള ഭയങ്കര നല്ല എന്താ പറയേണ്ടത് മ്യൂസിക്കും അങ്ങനെ മ്യൂസിക് വിത്ത് ചായ ആയിട്ട് നൈറ്റ് ടൈം എൻജോയ് ചെയ്യണം വന്നിരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്പോട്ടാണിത്. അപ്പോൾ ഈ ഒരു സ്പോട്ടാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം തലക്കിച്ചിനേക്കാളൊക്കെ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ.